വഴുതനങ്ങയുടെ ഇനങ്ങളാണ് ഹരിത, ശ്വേത, നീലിമ, പൂസ പർപ്പിൾ റൗണ്ട്, പൂസ പർപ്പിൾ ലോങ്, പൂസ പർപ്പിൾ ക്ലസ്റ്റർ, സൂര്യ, കരപ്പുറം, വെള്ളന്നൂർ ഉണ്ട, വേങ്ങേരി നീളൻ. തക്കാളിയുടെ ഇനങ്ങൾ ഏതൊക്കെയാണ്? ശക്തി, മുക്തി, അനഘ, പൂസ റൂബി, പൂസ എർലി ഡ്വാർഫ്. മുളകിൻ്റെ ഇനങ്ങളാണ് ഉജ്ജ്വല, മഞ്ചരി, ജ്വാലാമുഖി, ജ്വാലാസുമുഖി, അനുഗ്രഹ, തൊൻ, വെള്ളനൊച്ചി, വെള്ളായണി അതുല്യ, NB46, ACO1, CO2 ഇതെല്ലാം. ക്യാബേജിൻ്റെ ഇനങ്ങൾ ഏതൊക്കെയാണ്? കാവേരി, ഗംഗ, ശ്രീഗണേഷ്, ഗോൾഡൻ ഏക്കർ, NS 183. കോളിഫ്ലവറിൻ്റെ ഇനങ്ങളാണ് ഹിമാനി, സ്വാതി, പൂസ ദീപാളി, എർലി പാട്ന, ബസന്ത് എന്നിവ. ക്യാരറ്റിൻ്റെ ഇനങ്ങളോ? പൂസ കേസർ, നാറ്റിസ്, പൂസ മേഘാവി, സൂപ്പർ. റാഡിഷിൻ്റെ ഇനങ്ങളാണ് അർക്ക നിഷാന്ത്, പൂസ ചേറ്റ്കി, പൂസ രശ്മി, പൂസ ദേശി എന്നിവ. ബീട്രൂട്ടിൻ്റെയോ? ഡെട്രോയിറ്റ്, ഡാർക്ക് റെഡ്, ഇമ്പറേറ്റർ. ഉരുളക്കിഴങ്ങിൻ്റെ ഇനങ്ങളാണ് കുഫ്രി ജ്യോതി, കുഫ്രി മുത്തു, കുഫ്രി ദീവ. പാവൽ അഥവാ കൈപ്പയ്ക്കയുടെ ഇനങ്ങളാണ് പ്രീതി, പ്രിയങ്ക, പ്രിയ, അർക്ക ഹരിത്, MC84, കോയമ്പത്തൂർ ലോങ്, നാടൻ, മുള്ളൻ, കയ്പ എന്നിവ. ക്ലിയർ ആയോ? ഇവിടെ നമ്മളെ ചെറുതായി ഒന്ന് കുഴപ്പിക്കുന്നത് എന്താണ്? എപ്പോഴും ഈ പൂസ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പം നമുക്ക് അതുമാത്രം ഒന്ന് നോക്കാം അല്ലേ, ഇവിടെ എവിടെയൊക്കെയാണ് പൂസ റിലേറ്റഡ് ആയിട്ട് വരുന്നതെന്ന്. ഇവിടെ നോക്കുമ്പോൾ വഴുതനയിലുണ്ട് എന്താണുള്ളത്? പൂസ പർപ്പിൾ റൗണ്ടും, പൂസ പർപ്പിൾ ലോങ്ങും, പൂസ പർപ്പിൾ ക്ലസ്റ്ററും. അപ്പോൾ എന്താണ്? പൂസ പർപ്പിൾ റൗണ്ട്, പൂസ പർപ്പിൾ ലോങ്, പൂസ പർപ്പിൾ ക്ലസ്റ്റർ. ഇത് വഴുതനങ്ങയിലാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് തക്കാളിയിലേക്ക് വരുമ്പോൾ പൂസ റൂബി തക്കാളിയുടെ ഇനമാണ്, പൂസ എർലി ഡ്വാർഫും തക്കാളിയുടെ ഇനമാണ്. അത് കഴിഞ്ഞ് മുളകിലേക്ക് വരുമ്പോൾ അങ്ങനെ കണ്ടില്ല നമ്മളല്ലേ. അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ താഴേക്ക് വരുമ്പോൾ കോളിഫ്ലവറിൽ പൂസ ദീപാളിയുണ്ട്. കോളിഫ്ലവറിൽ എന്തുണ്ട്? പൂസ ദീപാളിയുണ്ട്. ക്യാരറ്റിലേക്ക് വരുമ്പോഴോ പൂസ കേസറുണ്ട്, പൂസ മേഘാവിയുണ്ട്. അത് കഴിഞ്ഞ് റാഡിഷിലാണെങ്കിൽ പൂസ ചേറ്റ്കിയുണ്ട്, പൂസ രശ്മിയുണ്ട്, പൂസ ദേശിയുണ്ട്. പിന്നെ ഏതിലാണ് പൂസ ചേർത്തിട്ട് വരുന്നത്? ഈ പറഞ്ഞതിൽ ഇത്രയുമാണ് പൂസ ചേർത്തിട്ട് വരുന്നത്. പിന്നെ തൊട്ട് മുൻപത്തെ ക്ലാസ്സിലും നമ്മൾ പൂസ റിലേറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? എവിടെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്? നമുക്കതും കൂടി ഒന്ന് നോക്കാം. അവിടെ പയറിൻ്റെ ഇനം പറഞ്ഞപ്പോൾ പൂസ ബർസാത്തി ഉണ്ടായിരുന്നു അല്ലേ? പയറിൻ്റെ ഇനത്തിൽ പൂസ ബർസാത്തി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വെണ്ടയുടെ ഇനത്തിൽ പൂസ സവാനി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പൂസ റിലേറ്റഡ് ആയിട്ടുള്ളതും കൂടി ഒന്ന് നോക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇനി ഒരു ക്ലാസ്സിലും കൂടി എടുക്കാം. കാരണം എല്ലാ കാർഷിക വിളകളും അവയുടെ ഇനങ്ങളും ഒന്നിച്ച് പറഞ്ഞു പോയാൽ നിങ്ങൾക്കത് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പോൾ ഇത്രയും എന്ത് ചെയ്യുക? ഓരോ ദിവസം ഇത്രയും വെച്ച് പഠിക്കുക. കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.